പിന്നെ ഒരു മാർഗ്ഗമുള്ളത് ഈ പ്രശ്നക്കാരായ മൃഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അതായത് ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് പ്രശ്നമില്ലാത്തൊരു ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുക. അത് നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടൊക്കെ ചെയ്യുന്നത് പുലികളിലൊക്കെയാണ്, ലെപ്പേർഡിൽ. കാരണം ഞാൻ ഒരുപാട് പുലികളെ പിടിച്ചിട്ടുണ്ട്, 100-100ഓളം ഉണ്ടാവും. മയക്കുവെടി വെച്ച് പിടിച്ചിട്ട് ഇല്ലെങ്കിൽ കൂട് വെച്ച് പിടിച്ചിട്ട് നമ്മൾ മാറ്റും. ഇതിൽ വലിയൊരു ശതമാനത്തിന് നമ്മൾ പിടിച്ചിരിക്കുന്നത് നഗരങ്ങളിൽ വെച്ചിട്ടാണ്. കോഴിക്കോട്, വടകര, കണ്ണൂർ, ഈവൻ പുലിമുട്ട്, അതായത് തിരൂരൊരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൽ വെച്ചിട്ട്, അത് കടലിലേക്ക് വെക്കുന്നതാണ് പുലിമുട്ട്. അതിന് അവിടെ വെച്ചിട്ട് ആലോചിക്കുക, കാട് എവിടെ കിടക്കുന്നു, കടലെവിടെ കിടക്കുന്നു. അവിടെ വെച്ച് ഒരിക്കലും ഒരു ഫിഷർമാൻ പോകുമ്പോൾ ആ പുലിമുട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരാളിങ്ങനെ നോക്കുന്നു, ഒരു ലെപ്പേർഡ് നോക്കുന്നു. അപ്പം ലാസ്റ്റ് നമ്മൾ വന്ന് അതിനെ പിടിച്ചു. ഇങ്ങനെ അപ്പോൾ ഇതൊരു വളരെ കണ്ണൂർ മറ്റേ റെയിൽവേ ഇവിടെ വെച്ചിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. പല രീതിയിൽ കിണറ്റിൽ വീഴും, ഇത് ഓടി വന്നിട്ട് കിണറ്റിൽ വീഴും. പട്ടിയെ ഓടിക്കുന്നതായിരിക്കും അധികവും. കിണറ്റിൽ വീഴുന്ന അതെല്ലാം മിക്കത് നഗരങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും പറയും ഇത് മറ്റേ എന്തുവാ ലോറി കയറി വന്നതാണ്, ട്രെയിനിൻ്റെ ഇതിൽ വന്നതാണെന്നൊക്കെ പറയും. ശരിക്കും അതല്ല. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പുഴയുടെ സൈഡ് കൂടെ പോകും ഇത്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് പുലി ഹൈലി അഡാപ്റ്റബിളാണ്. അതായത് ഏത് ആവാസ വ്യവസ്ഥയ്ക്കും അതിന് ജീവിക്കാൻ പറ്റും. പറയുന്നത് ബാംഗ്ലൂർ നഗരത്തിലടക്കം നമ്മളെ ഈ അഴുക്ക് ചാലുകളിൽ പുലിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മളുടെ ഈ കേസുകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് ഇങ്ങനെ പുഴ ഉത്ഭവിക്കുമല്ലോ. അപ്പം ഇതിന് ചുറ്റുമുള്ള ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, റിപ്പയറിങ് എക്കോളജി നമ്മൾ പറയാം. അതായത് പുഴയുടെ ചുറ്റുമുള്ള ഒരു ആവാസ വ്യവസ്ഥ. അറിയാലോ, കുറേ ഏരിയ നമുക്ക് പുഴയുടെ ഉപയോഗം ഇല്ലാണ്ട് വെക്കും എപ്പോഴും. അവിടെ കുറേ മരങ്ങളുണ്ടാവും, അവിടെ കുറേ ജീവികളുണ്ടാവും, പിന്നെ മീനുണ്ടാവും, ഞണ്ടുണ്ടാവും. അപ്പം ഇതിലേറ്റവും ഭയങ്കര തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ പുലിമുട്ടിലെ കേസ് എന്ന് പറഞ്ഞത് അത് കഴിച്ചുകൊണ്ടിരുന്നത് ഞണ്ടിനെ മാത്രമായിരുന്നു, വേറെ ഒന്നുമില്ല. അവിടെ വേറെ ഒന്നും ഉണ്ടാവാനല്ലോ, ഞണ്ടിനെ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പുലിയായിരുന്നത്. അപ്പം ഇത് വരുമ്പം ഇത് കഴിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം കുറേ കഴിയുമ്പോൾ തീരുമല്ലോ. അടുത്ത സ്ഥലത്തേക്ക് പോയി ഇത് മുന്നോട്ട് പോകുമ്പം എല്ലാ പുഴകളും എവിടെയാണ് ചേരുക? കടലിലാണ് ചേരുക. എല്ലാ പുഴ ചേരുന്ന സ്ഥലങ്ങളിൽ, കടലിൽ ചേരുന്ന സ്ഥലങ്ങളിലാണ് എന്തുള്ളത്? നഗരങ്ങളുള്ളത്. കണ്ണൂരായാലും വളപട്ടണമായാലും കോഴിക്കോടായാലും ഒക്കെ ഇതിന് സൈഡിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് നടന്ന ലാസ്റ്റ് ഇത് കടലിൻ്റെ സൈഡിൽ വന്ന് ചേരും. അവിടെ എത്തുമ്പോഴേക്കും ഒരു നഗരമാണ്. അപ്പോൾ എവിടെയെങ്കിലും പുള്ളി ഒളിക്കും. കോഴിക്കോട് തന്നെ കല്ലായിയുടെ സൈഡിലുള്ള ഒരു ക്ലേ ഫാക്ടറി ഉണ്ട്, അബാൻഡൻ ക്ലേ ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് തന്നെ ഞാൻ 3 പുലിയെ പിടിച്ചിട്ടുണ്ട്, ഒരേ സ്ഥലത്തു നിന്ന് തന്നെ. അപ്പോൾ ഇത് വന്ന് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കും. അവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ടാവും, അതിനെ പിടിച്ച് കഴിക്കും. അങ്ങനെ റിസോഴ്സ് തീരുമ്പം എന്നേലും ആരുടെയും കണ്ണിൽപ്പെടും. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം എന്നിട്ട് ഇതിനെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ കൂട് വെച്ച് പിടിക്കും, അല്ലെങ്കിൽ മയക്കൂട് വെച്ച് പിടിക്കും. എന്നിട്ട് നമ്മൾ കാട്ടിൽ കൊണ്ടുപോയി വിടും, റേഡിയോ കോളർ ചെയ്ത് വിടും. ഒരു പ്രശ്നം ഉണ്ടായില്ല, വളരെ സക്സസ്ഫുള്ളാണ് ഈ കേസുകളെല്ലാം. വളരെ പിന്നെ രണ്ടാമത് ഇറങ്ങുന്ന പ്രശ്നം വരുന്നില്ല, ഒന്നും വരുന്നില്ല. പക്ഷേ അപ്പോൾ അതാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ആനകളിലും നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്ന് ഒരു 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 മോഴാനുണ്ടായിരുന്നു വടക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വളരെ കോൺഫ്ലിക്റ്റിങ്, വടക്കനാട് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ അടുത്തുള്ള വളരെ കോൺഫ്ലിക്റ്റ് ഏറിയ ഒരു സ്ഥലമാണ്. അവിടെ ഒരു മോഴയാന, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വലിയൊരു ട്യൂമർ ഉണ്ടായിരുന്നു. വളരെ കോൺഫ്ലിക്റ്റ്. ലാസ്റ്റ് ജനങ്ങൾ ഇത് ഭയപ്പെടുത്തുന്ന സ്ഥിതി വന്നു, ഭയപ്പെടുത്തി ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിന് തീരുമാനമായി ഇതിനെ നമുക്ക് പിടിക്കുമോ മാറ്റുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ അതിനെ മയക്കോടി വെച്ച് പിടിച്ചു, ലോറി കയറ്റി, കുങ്കി വെച്ച് ലോറി കയറ്റി നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു, നിർത്തിയിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ മാറ്റി നമ്മൾ കൊണ്ടുപോകുന്നത് പാലക്കാട് ജില്ലയിലെ ശിരുവാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഉള്ളിലായിട്ട് റിലീസ് ചെയ്തു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ശിരുവാണി ഏരിയയിൽ കുറേ താഴത്തുള്ള കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി വലിയ പ്രശ്നമായി. അവിടെയും കോൺഫ്ലിക്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാലിലെ മന്തെടുത്ത് നമ്മൾ വേറെ കാലിലേക്ക് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം അത് മരിച്ചു പോകാണ്ടായത്. ഈ ട്യൂമറിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ അതിൽ പഴുപ്പ് കയറിയിട്ട് മരിച്ചു പോവുക ചെയ്തത് ഇയാണ്. ഇതേപോലെ തന്നെയാണ് അതിൽ പ്രമാദമായ വേറൊരു കേസാണ് നമ്മൾ അരിക്കൊമ്പൻ എന്ന് പറയുന്നത്.
എല്ലാവർക്കും അറിയാവുന്നൊരു കേസായിരിക്കും. ഈ ആന വളരെ വർഷമായിട്ട് ചിന്നക്കനാൽ മേഖല, അതായത് മൂന്നാർ, ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്തുള്ള ചിന്നക്കനാൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അതിന് കൃത്യമായിട്ട് അവിടെയുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം ഇതിനെ ഓടിക്കാൻ നോക്കുന്നുണ്ട്, പലതും ചെയ്യാൻ നോക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രധാനമായിട്ട് അവർ പറയുന്നത് ഇത് റേഷൻ കട കുത്തിപ്പൊളിക്കുന്നു, അല്ലെങ്കിൽ വീട് പൊളിക്കുന്നു, അരി എടുത്ത് തിന്നുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് അവിടുത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീംകാർ, അവിടുത്തെ ഡിവിഷൻ ഓഫീസും എല്ലാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ രേഖകളുണ്ട്. വീട് പൊളിച്ചിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്, പോയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വരികയാണ്. അത് ഗവൺമെൻറ് ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ കോടതിയിലൊക്കെ വന്നു, ഗവൺമെൻറ് ഡിസിഷനായിട്ട് നമുക്കതിനെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമായി. അങ്ങനെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് എവിടെയാണ് ഇതിനെ വിടാൻ പറ്റുന്ന സ്ഥലം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്മിറ്റി വയ്ക്കുകയും അവരത് കണ്ടെത്തുകയും ചെയ്തു. കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ തേക്കടിയും അത് പെരിയാർ ടൈഗർ റിസർവ് ഉള്ളിൽ ഒരു 28 കിലോമീറ്റർ ഉള്ളിൽ ആയിട്ട് നമുക്ക് വിടാമെന്നുള്ള തീരുമാനമായി. പിന്നെ വളരെ സന്നാഹത്തോടെ, ഇതൊരു വളരെ എന്താ പറയുക, ബുദ്ധിയുള്ള ഒരു ആനയാണ്. വലിയ നല്ല സൈസും വളരെ വലുപ്പവും ഒക്കെയുള്ള ആനയാണ്. മൂന്നാറിലെ കാര്യം പറഞ്ഞാൽ 2 രീതിയിലാണ്. ഇപ്പം മൂന്നാർ ഇപ്പുറത്തെ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഈ പടയപ്പ എന്നൊക്കെ പറയുന്ന ആനകളുടെ പോപ്പുലേഷൻ. ഇപ്പുറത്തെ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ പോപ്പുലേഷൻ ഉണ്ട്. ഇവിടേക്കുള്ള മൂന്നാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ലെവലാണ്. ഒരു സ്ഥലങ്ങളിലാണ് ഏലമാണെങ്കിൽ ഇപ്പുറത്ത് ചായയാണ്, ടീ ആണ്. അതിന് മുകളിലുള്ളത് വളരെ ചെറിയ ഗ്രാസ് ലാൻഡും, പക്ഷേ അത്ര വളരെ ഉയരത്തിലാണ്. പിന്നെ ഉള്ളത് ഷോല ഫോറസ്റ്റാണ്, അത് ചോലക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഷോല ഫോറസ്റ്റ്. ഈ ഷോല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ അടഞ്ഞ കാടാണ്, ചെറുതും അടഞ്ഞ കാടാണ്. കാരണം ഈ കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് ബുദ്ധിമുട്ടാണ് ഷോല ഫോറസ്റ്റിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്ന കാടാണ്. ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ആനയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതിലൊന്നായിരുന്നു ഈ 301 കോളനി. പിന്നെ അത് കോളനിയായിട്ട് കൊടുക്കുക ചെയ്തത്, ഗവൺമെൻറ് പതിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ അവിടെ സംഘർഷം ഉണ്ടായി, ഉടലെടുത്തു. അപ്പം ഇതെങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ വന്നു. അപ്പം അത് പല രീതിയിലും ഇപ്പം കോടതി പറഞ്ഞു ഇതൊരു സ്ഥലം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി തേക്കടിയുടെ ഉള്ളിൽ 10-26 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ അനുയോജ്യമായ വെള്ളമുണ്ട്, നല്ല ഭക്ഷണമുള്ള സ്ഥലമാണ്, അവിടെ നമുക്ക് മാറ്റാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ വന്ന സമയത്ത് ഇതൊരു വലിയൊരു പ്രൊജക്റ്റായിട്ട് വരികയാണ്. നമ്മൾ ഫുൾ ടീം നമ്മൾ ഇറങ്ങുകയാണ് ഇതിനായിട്ട്. അപ്പം ഇതിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം RRTക്കാർ, അവർ സ്റ്റാഫും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്, ഈ ആനയുടെ പുറകിലുണ്ട്. എപ്പോഴും ഇതിനെ അവർ ഓടിക്കും, ആന അവർ ഓടിക്കും. അങ്ങനെ വളരെ കുറച്ച് ആനയുടെ ഉള്ളൂ അവിടെ. പക്ഷേ ഈ ആനയെ ഇത്ര കുറേ വർഷമായിട്ടത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് തന്നെ 2019 തന്നെ ഞങ്ങൾ ഇതിനെ മയക്കുവെടി വെച്ചിട്ട് റേഡിയോ കോളർ ഘടിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ പ്രശ്നം അത് വലിയ അന്ന് നമുക്ക് കുങ്കി ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുങ്കികളെയാണ് കൊണ്ടുവന്നത്. കുങ്കി അടുക്കാൻ തയ്യാറായില്ല, കുങ്കി ഓടിക്കളഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ അറ്റംപ്റ്റ് നടത്തുന്നത്. അവിടുത്തെ ടെറൈൻ, ഈ ചിന്നക്കനാൽ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ നമ്മളൊരു ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആന വീണ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് ഒരു താഴെ മറ്റേ ഡാമാണ് ഉള്ളത്. ഡാമിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിച്ചെത്തു പോകും. ആനയിറങ്കൽ ഡാം എന്ന് തന്നെ പറയാം. അതിനിടയ്ക്കുള്ള ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മയക്കുവെടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിങ് സെഡേഷൻ കിട്ടാൻ വേണ്ടി, അതായത് ആനയെ ലോറി കയറ്റി നമുക്ക് കൊണ്ടുപോകണം. അപ്പം ഈ ചരിവിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആ ആന താഴോട്ട് ഉരുണ്ട് വീഴും. നമുക്കൊരിക്കലും അവിടുന്ന് ഫുൾ ഡോസ് കൊടുത്തിട്ട് നമുക്ക് മയക്കി കൊണ്ടുവരാൻ, മാത്രമല്ല നമുക്ക് ലോറി കൊണ്ടുപോകാനും പറ്റില്ല, അവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല. ആകെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. താഴെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമിൽ ആന ഇറങ്ങുകയും മുങ്ങി മരിക്കുകയും ചെയ്യും. അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പം നമുക്കിതിന് മുകളിൽ നിന്ന് ചെയ്യാനും പറ്റില്ല, താഴെ ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള ഈ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ എനിക്ക് വന്ന് നിൽക്കണം ആന. അപ്പം ആ ഇടയ്ക്കുള്ള സ്ഥലത്ത് ആനയെ കിട്ടി ഞാൻ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഡാമിലേക്ക് ഓടിക്കയറും, ഇല്ലെങ്കിൽ മലയുടെ മുകളിൽ പോയി 10-30 മിനിറ്റ് എടുക്കും ആന മയങ്ങി വരാൻ, ഉരുണ്ട് വീഴും. ഇതാണ് സ്ഥിതി. അപ്പോൾ പിന്നെയുള്ള നമുക്ക് ആകെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ
വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മൾ കയറി മലയുടെ മുകളിൽ വെച്ചിട്ട് ഈ ആനയെ കണ്ടു. അവിടെ വെച്ചിട്ട് ചെറിയ 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 ഡോസ് കൊടുത്തിട്ട് നമ്മൾ മയക്കി ഇറക്കുക ചെയ്യുന്നത് താഴോട്ട്. അപ്പോൾ താഴെ ഈ റോഡിനെടുത്തപ്പോൾ ഫുൾ സെഡേഷനിൽ നമുക്ക് കിട്ടണം. അങ്ങനെ പല ഇൻട്രീമായിട്ട് ചെയ്ത് അതാണ് ഈ ആൾക്കാർ പറഞ്ഞത് 5 മയക്കുടി വെച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മലയുടെ മുകളിൽ വെച്ച് എനിക്ക് ഫുൾ മയക്കുടി ഡോസ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുകയാണെങ്കിൽ ആനിമൽ താഴെ വീഴും. ഈ താഴെ വന്നിട്ട് നമുക്ക് മയക്കുടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഡാമിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങി മരിക്കുകയും ചെയ്യും. ഇല്ല മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ വീഴുകയും ചെയ്യും. ഇതേ നമുക്കിവിടെ ആ ഏരിയയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ കുങ്കികളെ കൊണ്ടുവന്നു. കുങ്കി ക്യാമ്പ് സെറ്റ് ചെയ്തു. നമ്മൾ ഡാർട്ടിങ് ക്യാമ്പ് സെറ്റ് ചെയ്തു. ക്യാമ്പായിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുക. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സാണ്. വെഹിക്കിളുണ്ട്, വണ്ടിയുണ്ട്. വണ്ടിയിൽ നമ്മൾ ഒരു കൂടുണ്ടാക്കും. അതായത് നമ്മൾ ഈ ആനയിടുന്ന കൂട് പോലെ തന്നെ നമ്മൾ യൂക്കാലിപ്റ്റസ് കൊണ്ട് കൂടുണ്ടാക്കും. അങ്ങനെ കൂടുണ്ടാക്കി സെറ്റ് ചെയ്തു. നമുക്ക് 2 വലിയ ലോറികളുണ്ട്, ആനയെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ലോറികളുണ്ട്. ആ ലോറികളെല്ലാം റെഡിയാക്കി അങ്ങനെ വിശദമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. ഈ പ്ലാനിനെ നമ്മൾ ആദ്യം പറയാമെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും ഈ ടീമിൽ. അത് കഴിഞ്ഞൊരു ഡാർട്ടിംഗ് ടീം ഉണ്ടാവും, അത് മയക്കോടി വെക്കാനുള്ള. ട്രാക്കിംഗ് ടീം എന്ന് പറഞ്ഞാൽ ആനയെ കണ്ടെത്തുക, ഇതിന് പുറകെ പോയിട്ട് ആനയെ കണ്ടെത്തുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ട്രാക്കിംഗ് ടീം എന്ന് പറയാം. പിന്നെ ഡാർട്ടിംഗ് ടീം എന്ന് പറഞ്ഞാൽ മയക്കോടി വെക്കുന്ന ടീമാണ്. ഇതിനൊരു സപ്പോർട്ട് ടീം ഉണ്ടാവും. പിന്നെ സപ്പോർട്ട് ടീമാണ് ഇവരാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരിക. വലിയ വലിയ കയറ് വേണം, വടം വേണം, ഇതൊക്കെ ആ കയറ്, ഇതിനെ നനയ്ക്കാൻ വെള്ളം വേണം, ഇതൊക്കെ ഇവരെ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു സപ്പോർട്ട് ടീം ഉണ്ടാവും. അതിൽ വാഹനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരു കുങ്കി ടീം ഉണ്ടാവും. ഈ കുങ്കിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതിനെങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുങ്കി ടീം ഉണ്ടാവും. പിന്നെ ട്രാൻസ്പോർട്ട് ടീം ഉണ്ടാവും ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ വെഹിക്കിൾ, വണ്ടി പറഞ്ഞില്ലേ, ലോറി, കെട്ടി വെച്ച ലോറി, അത് ഇത് ചെയ്യാൻ അതിൻ്റെ ഡ്രൈവർ, അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ട് ടീം ഉണ്ടാവും. ഇതെല്ലാം ഇതിന് പുറമെ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും. അതിൽ CCF, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, DFO, ഇവരെല്ലാം ഇങ്ങനെ ഒരു ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഈ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഒരു ഇത് ചെയ്യും, ഒരു മോക്ക് ഡ്രിൽ ചെയ്യും. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ, കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ടീമിനറിയാം, പക്ഷേ ബാക്കിയുള്ള ഇവർക്ക് പലപ്പോഴും പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മോക്ക് ഡ്രില്ലൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ആ ദിവസം പിറ്റേ ദിവസം നമ്മൾ ഇറങ്ങുകയാണ്. രാവിലെ തന്നെ ഇറങ്ങും. നമ്മൾ ഒരു 5-5:30 ആകുമ്പോൾ തന്നെ നമ്മൾ അസംബിൾ ചെയ്യും. ഒരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ അസംബിൾ ചെയ്യുക. എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ നോക്കും, എല്ലാം ഇത് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അന്നേ ദിവസം ഞങ്ങൾക്ക് ഈ ആനയെ കിട്ടിയില്ല. നമുക്ക് യൂറോപ്പിലേക്കൊരു യാത്ര പോയാലോ? യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയിലേക്ക് സഞ്ചാരത്തിനൊപ്പം ഒരു യാത്ര. ഫ്രാൻസിലെ പാരീസിൽ നമ്മൾ ചെന്നിറങ്ങുന്നു. പാരീസിലെ കാഴ്ചകൾ കണ്ട ശേഷം ബെൽജിയത്തിലേക്ക് പോകുന്നു. ബെൽജിയത്തിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക്, നെതർലാൻഡ്സിൽ നിന്ന് ജർമ്മനിയിലേക്ക്, ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലിച്ചൻസ്റ്റൈനിലേക്ക്, ലിച്ചൻസ്റ്റൈനിൽ നിന്ന് ഓസ്ട്രിയ, ഓസ്ട്രിയയിൽ നിന്ന് ഇറ്റലി, ഇറ്റലിയിൽ നിന്ന് സ്ലൊവേനിയ, പിന്നെ വത്തിക്കാൻ. ഇങ്ങനെ യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയിലെ സുപ്രധാനമായ എല്ലാ രാജ്യങ്ങളും കണ്ടുകൊണ്ട് 13 ദിവസത്തെ ഒരു യാത്ര. യൂറോപ്പിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോയാൽ യൂറോപ്പിൻ്റെ പൂർണ്ണമായ സംസ്കാരം, ഭൂമിശാസ്ത്രം, ചരിത്രം, അത്ഭുത നിർമ്മിതികൾ, ലോകാത്ഭുതങ്ങൾ ഇതെല്ലാം കണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു യാത്ര. ലോകാത്ഭുതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പാരീസിലെ ഈഫൽ ടവർ, റോമിലെ കൊളോസിയം, ലീനിങ് ടവർ ഓഫ് പീസ, ബ്ലാക്ക് ഫോറസ്റ്റ്, ആറ്റോമിയം, ബ്രസൽസിലെ ആറ്റോമിയം, സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് കൊടുമുടിയുടെ മുകളിലേക്കുള്ള കേബിൾ കാർ യാത്രകൾ, പുതിയ മാർപ്പാപ്പയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘസഞ്ചാരം. ഈ ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. സഞ്ചാരത്തിൻ്റെ ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു യാത്രയായിരിക്കും ഈ യൂറോപ്പ് സഞ്ചാരം. രണ്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും തുടങ്ങി. രാവിലെ 5:30 തന്നെ ലൈറ്റ് വന്നപ്പോൾ തന്നെ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ പല ടീമായിട്ട്, ട്രാക്കിംഗ് ടീം 2-3 ടീമായിട്ട് നമ്മൾ വിട്ടു, സ്പ്ലിറ്റ് ചെയ്ത് വിട്ടു. എല്ലാവർക്കും വയർലെസ്സും കമ്മ്യൂണിക്കേഷനും എല്ലാം ഉണ്ട്. അങ്ങനെ ഇവർ ഒരു ടീം ചിന്നക്കനാലിൻ്റെ മുകളിൽ, മലയുടെ മുകളിൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്തു. ഞങ്ങളവിടെ വന്നു.
അവിടെ വന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് പല രീതിയിലുണ്ട്. നമുക്ക് അനസ്തീഷ്യ വേണം. അനസ്തീഷ്യയുടെ പല സ്റ്റേജുകളുണ്ട്, ഞാനത് പറഞ്ഞു നേരത്തെ. അതായത് അപ് ടു ഡെത്ത്, മരണം വരെ വരുന്ന പല സ്റ്റേജുകളുണ്ട്. ഹിപ്നോസിസ്, നാർക്കോസിസ്, അനസ്തീഷ്യ, കോമ, ഡെത്ത് എന്നാണ് പറയാം. ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉറക്കം. നാർക്കോസിസ്, നമുക്ക് ഈ നാർക്കോസിസ് സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അനസ്തീഷ്യ വേണ്ട. അനസ്തീഷ്യ ആനിമൽ കിടന്നു പോകും, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ നാർക്കോസിസ് സ്റ്റേജിൻ്റെ ഇടയിൽ, ഹിപ്നോസിസ് നാർക്കോസിന് ഇടയിൽ ഒരു ചെറിയ മയക്കത്തിലേ നമ്മൾ നിർത്തുള്ളൂ. പക്ഷേ ആനിമലിന് മസിൽ റിലാക്സേഷൻ വേണം. മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാനോ ഒന്നും പറ്റില്ല, അനങ്ങരുത്, ഓടരുത്. ലോറിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആന വീണു പോകും. അങ്ങനെ ഒരു ഇതിൽ പിന്നെ പെയിൻ പാടില്ല, അനാൾജസി വേണം. അങ്ങനെ 3 കണ്ടീഷൻസും പറ്റുന്ന ഒരു കോക്ടെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോക്ടെയിൽ കൃത്യമായ മെഡിസിൻസ് ഉണ്ട്, അതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് പല കേസുകളിലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അറിയാമല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോലെ വേറെ നമുക്ക് നിങ്ങളൊരു സർജറി നിങ്ങൾ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇതുണ്ടാവും. നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ പൾസ്, റെസ്പിറേഷൻ, നിങ്ങളുടെ മറ്റേ ഹെമറ്റോളജിക്കൽ വാല്യൂ, എക്സ്റേ, എവറിത്തിങ്, CT എല്ലാം അവർ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങളൊരു സർജറിക്ക് കയറുന്നത്. നമുക്കതൊന്നുമില്ല. നമുക്കാകെയുള്ള ഇവരുടെ വൈറ്റൽ സയൻസ്, അതായത് ചെവി അനക്കുന്നുണ്ടോ, തുമ്പി പൊക്കുന്നുണ്ടോ, അതായത് പെനിസ് ഇറക്കുന്നുണ്ടോ, വാലനക്കുന്നുണ്ടോ ഇത് മാത്രമേ നമ്മൾക്ക് വൈറ്റൽസ് ഉള്ളൂ. ആലോചിക്കാൻ, നമ്മൾ ആ സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് അങ്ങനെ ഇവർ സ്പോട്ട് ചെയ്തു, മുകളിൽ വെച്ചിട്ട് നമ്മൾ സ്പോട്ട് ചെയ്തു. നമ്മൾ ഇതേ വഴിക്ക് നമ്മൾ കൊടുത്തു, ഇൻട്രീമായിട്ട് 1, 2, 3, 4, 5. അപ്പോൾ അതിനനുസരിച്ച് ആന മെല്ലെ 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 മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അനങ്ങി വന്ന് ലാസ്റ്റ് ഈ റോഡിൻ്റെ അടുത്തെത്തിയപ്പം, കൃത്യമായ റോഡിൻ്റെ അടുത്തെത്തിയപ്പം നല്ല ഫുൾ മയക്കത്തിലായി. ഓക്കെ, വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തു. വളരെ റിസ്ക്കുമായിരുന്നു അത്, പക്ഷെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തു. കറക്റ്റ് റോഡിൻ്റെ അവിടെ വന്നപ്പോഴേക്ക് നല്ല മയക്കത്തിലായി. ഈ കൊടുത്തു വന്നിട്ട്, അതാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് 5 മയക്കൊടി വെച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ റോഡിൻ്റെ അടുത്ത് തന്നെ എത്തി. അവിടെ വെച്ച് നമ്മളൊരു ഒരു ഒരു ട്രഞ്ച് പോലെ ഉണ്ടാക്കി. അതായത് മണ്ണിടിച്ചിട്ട് നമ്മൾ ലോറി ഇങ്ങനെ കയറ്റി നിർത്തും. പിന്നെ കുങ്കിയാനയുടെ സഹായത്തോടെ നമ്മൾ റോപ്പ് കെട്ടി, കയറ് കെട്ടി നമ്മൾ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റുക ചെയ്യാം. 4 കാലിലും റോപ്പ് ചെയ്തിട്ട് വലിച്ച് കയറ്റുക ചെയ്യുക. അങ്ങനെ കയറ്റി കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. മഴയെല്ലാം കൊണ്ടു അകത്ത് കെട്ടി ഉറപ്പിച്ചു. അതിനുശേഷം നമ്മൾ കയറിയിട്ട് റേഡിയോ കോളർ ചെയ്തു കഴുത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ട്രാൻസ്പോണ്ടർ ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അത് ടൈറ്റ് ചെയ്യണം. ആനപ്പുറത്ത് തന്നെ കയറിയിട്ട് തന്നെ നമുക്ക് അത് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റേഡിയോ കോളർ ചെയ്ത് നമ്മൾ ആനയും കൊണ്ട് പോവുകയാണ്. പിന്നെ എനിക്കൊരു സജഷനും ചെയ്യേണ്ടി വന്നു. നല്ല ഒന്നാന്തരം ഇതായിരുന്നു, മയക്കത്തിലായിരുന്നു ആന. അങ്ങനെ അവിടുന്ന് കൊണ്ടുപോയി 150ഓളം കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. അങ്ങനെ ഇവിടെ എത്തി, തേക്കടി നേരെ കാട്ടിലേക്ക്, പെരിയാർ ടൈഗർ റിസർവിലേക്ക് കയറി. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ, ഒരാഴ്ച മുമ്പായിട്ട് തന്നെ ആ ഏരിയ കംപ്ലീറ്റ് ഇത് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ, അതായത് ആനയെ വിടാൻ പറ്റുന്ന സ്ഥലത്ത്, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ള കാര്യത്തിൽ അതിന് മുമ്പ് തന്നെ ഈ വണ്ടിയും കൊണ്ട് പോയിട്ട് തന്നെ ചിലപ്പോൾ ചില്ലകളൊക്കെ വെട്ടേണ്ടി വരും. അതൊക്കെ വണ്ടിയും കൊണ്ട് പോയി ഉറപ്പിച്ചു. ഇന്ന സ്ഥലത്ത് അവിടെ വരെ എത്താൻ പറ്റുന്ന വഴി കണ്ടെത്തി. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് കയറുകയാണ്. അപ്പം ഈ നമ്മൾ നിശ്ചയിച്ച വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാഴ്ച മുമ്പ് ഈ വഴി കണ്ടപ്പോൾ നല്ല വെയിലുള്ള സമയമായിരുന്നു. അപ്പം കൃത്യമായിട്ട് വണ്ടിയും കൊണ്ട് പോയി അങ്ങനെ നമ്മൾ ഈ കണ്ടെത്തിയ സ്ഥലത്തേക്ക് നമ്മളൊരു വഴി കണ്ടെത്തി. അങ്ങനെ പക്ഷേ ആനയെ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ആ മഴ പെയ്ത് ആ വഴിയെല്ലാം വളരെ ചളിയായി. ശരിക്കും ലോറിയും ആനയും കൂടെ ഒലിച്ചു പോകുന്ന സ്ഥിതി പോലും ഉണ്ട്. അതായത് തെന്നി താഴോട്ട് വീഴാൻ പോകുന്ന താഴെ ഇങ്ങനെ സ്റ്റീപ്പാണ്, പുഴയാണ്, ചരിവാണ്, അവിടെ പുഴയാണ്. ആ സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. വളരെ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അതിന് കഴിവുള്ള ഡ്രൈവറായിരുന്നു ഡൽജിത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ പുള്ളി ഇതിനുവേണ്ടി പുള്ളി മാത്രമേ ഈ പരിപാടി ചെയ്യുള്ളൂ, ഈ ആനയുടെ ട്രാൻസ്ലൊക്കേഷൻ. കാരണം പറഞ്ഞാൽ ഈ ബാലൻസ് ഭയങ്കര പ്രശ്നമാണ്. മയങ്ങി നിൽക്കുന്ന ആനയാണ്. മറ്റതിങ്ങനെ ലൈവ് എലഫൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് വളരെ കൃത്യമായിട്ട് കാലിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തോളും. ഇത് നമുക്കത് പറ്റില്ല. ഇതിങ്ങനെ ചെയ്യും, വോബിൾ ചെയ്യും. ഏകദേശം ഒരു
3 മണി 2-3 മണി മണിക്കാണ് അവിടെ എത്തുന്നത് രാത്രി. അവിടെ വെച്ചു നമ്മൾ കറക്റ്റായിട്ട് അവിടെയും ഇതേപോലെ നമ്മൾ ഒരു മറ്റേ വണ്ടി കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, മണ്ണെടുത്ത് മാറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ ലെവലിൽ. അങ്ങനെ ആനയ്ക്ക് ഇതിൻ്റെ മയക്കം വിടാനുള്ള മരുന്നുണ്ട്, നമ്മൾ അത് കൊടുത്തു. അപ്പോൾ നമ്മളതിൽ വലിയ ലൈറ്റൊക്കെ ഉണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തുള്ള വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അതൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ആനയ്ക്ക് നമ്മൾ ഇതിന് മയക്കം വിടാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുത്തു. നമ്മൾ ചെവിയില കുത്തിവെക്കുക, ആൻറ്റിഡോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പുറകിലെ കഴി ഊരി കഴിഞ്ഞ് ആൾ ഫ്രീ ആയിട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ സിഗ്നലൊക്കെ നോക്കി എങ്ങനെയുണ്ട്, മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, വളരെ കൃത്യമായിട്ടാണ് അയാൾ മൂവ് ചെയ്യുന്നത്, അനങ്ങുന്നത് വളരെ ഇതായിട്ടാണ്. വേറെ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. താഴെ പുഴയാണ്, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. വളരെ കൃത്യമായിട്ട് വളരെ സ്ലോ പേസിൽ വളരെ മെല്ലെ പോകുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂറോളം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ട് നമ്മൾ പിന്നെയും നോക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. മോണിറ്റർ ചെയ്യുമ്പോൾ ആന യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അടുത്ത ദിവസം അത് നേരെ തേക്കടിയുടെ അടുത്ത് വരെ വന്നു. ഓക്കെ, തേക്കടി അടുത്ത് വരെ വന്ന് ആൾക്കാർ നമ്മളെ സ്റ്റാഫ് ഓടിച്ചു വിട്ട ശേഷം ഇയാൾ പോയി നിൽക്കുന്നത് കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തമിഴ്നാടിൻ്റെ സൈഡിൽ. അപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് കഴിഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തമിഴ്നാട് കയറിയിട്ട് നമുക്ക് ഒന്നും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല. കമ്പത്തിറങ്ങി, ആ ടൗണിലിറങ്ങി. പിന്നെ ഞങ്ങളെ കൗണ്ടർ പാർട്ടുണ്ട് ഡോക്ടർ കലൈവാണൻ, അദ്ദേഹം ടീമും അവിടെ വന്നു. രണ്ടാമത് മയക്കൂടി വെച്ചു കയറ്റി അതിന് അപ്പർ കോതയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിടുക ചെയ്തത്. ഞാൻ അറിഞ്ഞിടത്തോളം അത് വളരെ അഡാപ്റ്റ് ചെയ്തു. 1-2 സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കി, പക്ഷേ അവിടെ 2-3 ലായങ്ങളൊക്കെ തകർത്തു എന്ന് കേട്ടു. പക്ഷേ അതിനുശേഷം നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തു. അതൊരു കൂട്ടത്തിൻ്റെ കൂടെ കൂടിയെന്നാണ് എനിക്ക് അവസാനം കിട്ടിയ വിവരം. ഇത്രയാണ് ഇതുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, നമ്മൾ മറ്റേ ആനയെ കൊണ്ടുപോലെ അത് രണ്ടാമത് ഇറങ്ങിയിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ടില്ല, അത് അഡാപ്റ്റ് ചെയ്തു. അത് വളരെ അപൂർവമായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ കർണാടകയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലൊക്കേഷൻ അവർ ചെയ്ത 300 കിലോമീറ്റർ ദൂരെയൊക്കെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ആന പോലും തിരിച്ചു വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇയാൾ വളരെ കൃത്യമായിട്ട് ആ കൂട്ടവുമായിട്ട് അഡാപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പം നമുക്കൊരു വലിയ സന്തോഷമാണ്. നമ്മളൊരു മുകളിലൊരു കയറ് കിട്ടി ഇയാളെ കൊണ്ട് ആനയുടെ പുറത്തോട്ട് നടപ്പിക്കും. ആ സമയത്ത് ആനയ്ക്ക് വേണേൽ പിടിക്കാം. അപ്പോൾ ക്ലീൻ ടച്ചായി. ഈ സ്പൈനൽ കോഡിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ആനയ്ക്കൊരു മസാജ് സുഖം കിട്ടും, ക്ലീൻ ടച്ചായി. ഇത് കഴിഞ്ഞാലാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ആ സമയത്തേക്ക് ഞങ്ങളെല്ലാം എത്തും, മയക്കൊടി എല്ലാം സെറ്റപ്പായിട്ട് എത്തിയിട്ട് ഈ കഴ ഒരു 4-5 എണ്ണം മുറിച്ചിട്ട്, അതായത് സ്ക്വയറിൽ മുറിച്ചിട്ട് ഇയാളിനകത്ത് കയറുകയാണ്. ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനാണ്.